ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ഇത്തവണത്തെ ഓണസദ്യയും പിന്നെ ഈസി ആയിട്ടുള്ള 2 സദ്യ റെസിപ്പീസും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അവിയൽ ഉണ്ടാക്കാം. അതിനായിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് വേവിക്കുമ്പോഴേക്കും പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. അവയിലേക്ക് പുളിക്കായിട്ട് വാളംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരപ്പിനായിട്ട് അരമുറി തേങ്ങ ചിരണ്ടി എടുത്തതും 1 ടീസ്പൂൺ ജീരകവും പിന്നെ 4-5 ചെറിയുള്ളിയും നല്ലപോലെ എരിവുള്ള 4-5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സദ്യയിലേക്ക് വേണ്ട അവിയൽ ഇവിടെ റെഡിയായി. സദ്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സേമിയ പായസമാണ് റെഡിയാക്കി എടുക്കുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പായസമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് ആദ്യം കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സെയിം നെയ്യിൽ തന്നെ ഞാൻ 1/2 കപ്പ് സേമിയ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഈ സേമിയ ഒന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ സേമിയ നല്ല ക്രിസ്പായിട്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. 1/2 കപ്പ് സേമിയയിലേക്ക് 1/2 ലിറ്റർ പാലാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പാലിൽ കിടന്ന് സേമിയ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകിയിട്ട് സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടും. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. മധുരത്തിനനുസരിച്ച് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി തീ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓണസദ്യ വിളമ്പാണ്. അങ്ങനെ വലിയ ഓണസദ്യയൊന്നും ആയിരുന്നില്ല. ഒരു 5-8 കൂട്ടം കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പാർ, അവിയൽ, എരിശ്ശേരി, പച്ചടി ഉണ്ടാക്കിയിരുന്നു, ഓലൻ, പിന്നെ തോരൻ, മെഴുക്ക് പുരട്ടി, പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കി, പിന്നെ പരിപ്പ് കൂട്ടാൻ, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. പിന്നെ ഉപ്പേരിയും ശർക്കര പുരട്ടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ്.
ഹാപ്പി ഓണം. ആർപ്പോ വിളിക്കടി ആർപ്പോ